അനുഭവ പരിചയമൊക്കെ യഥാർത്ഥത്തിൽ മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും പരിഗണിക്കേണ്ടതല്ലേ? സംഘടനയിൽ ഇത്രയും വർഷം, ഇപ്പോൾ ഷാനിമോൾ ഉസ്മാനെ പോലെയൊക്കെ ഉള്ള നേതാക്കൾ എത്രയോ വർഷങ്ങളായിട്ടല്ലേ പാർലമെൻ്ററി മോഹങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ഒരു സമയത്തും പൊട്ടിത്തെറിക്കാതെ പാർട്ടിയുടെ അച്ചടക്കത്തോടു കൂടി നിന്ന് പ്രവർത്തിച്ച നേതാവാണ്. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായും പരിഗണിക്കപ്പെടുമെന്ന് തന്നെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അച്ചടക്കത്തോടെ പ്രവർത്തിക്കുക, സംഘടനാശേഷി ഉണ്ടാവുക, അനുഭവ പരിചയം ഉണ്ടാവുക. പാർട്ടി ഈ പറഞ്ഞ പദവികളിലേക്കും സംഘടനാശേഷിയിലേക്കും ഒക്കെ എത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ടല്ലേ? തീർച്ചയായിട്ടും ആ പാർട്ടിക്ക് ഞങ്ങളെയൊക്കെ കുറിച്ച് കൃത്യമായിട്ടുള്ള കരുതൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അത് ഇപ്പോൾ ഒരു MLA ആവുക, മന്ത്രിയാവുക എന്നതൊക്കെയുള്ളതൊരു വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യങ്ങളല്ലല്ലോ, അതൊരു രാഷ്ട്രീയമായിട്ടുള്ള അഭിലാഷം കൂടിയാണ്. അത് രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ്. ഇപ്പോൾ ഞാനൊരു സാങ്കല്പികമായ ചോദ്യമാണ് ചോദിക്കുന്നത്. മന്ത്രിസഭയിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ ഏതു പക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാടായിരിക്കും ഷാനിമോൾ ഉസ്മാൻ എടുക്കുക? അല്ല, മന്ത്രിസഭയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് മറുപടി പറയാൻ ഞാൻ ആളല്ല. കാരണം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത്. അത്തരം തീരുമാനങ്ങൾ വരട്ടെ, നമുക്ക് അത് വരുമ്പോൾ നമുക്കതിനെ സംബന്ധിച്ചൊക്കെ പ്രതികരിക്കാം. പക്ഷേ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ എന്നും ഒരു സ്ത്രീപക്ഷവാദി തന്നെയാണ്. കാരണം സ്ത്രീകളുടെ വിഷയങ്ങളിൽ എന്നെ പോലെയുള്ള ഒട്ടേറെ വനിതകൾ കൃത്യമായി തന്നെ രാഷ്ട്രീയം നോക്കാതെ, മുഖം നോക്കാതെ, കൊടിയുടെ നിറം നോക്കാതെ എല്ലാ കാലങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. അത് തുടരുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നു മന്ത്രിസഭയിലേക്ക് എത്തുമെന്നുള്ളത്. വനിതാ പ്രാതിനിധ്യം മന്ത്രിസഭയിലും വേണം എന്നുള്ള ആഗ്രഹം ഹൈക്കമാൻഡിൽ കേൾക്കും, അത് സ്വാഭാവികമാണ്. മാത്രം ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. നമ്മൾ രാഹുൽ ഗാന്ധി ഇടയ്ക്ക് പറയുകയും ചെയ്തു, കേരളത്തിനൊക്കെ ഒരു വനിതാ മുഖ്യമന്ത്രി വേണം എന്നുള്ള മറ്റുള്ളൊരു പ്രതികരണം രാഹുൽ ഗാന്ധിയുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കേട്ടപ്പോൾ എന്ത് തോന്നി? അല്ല, അതൊക്കെ ആ വാചകത്തിന്റെ, ആ വാക്കുകളുടെ അർത്ഥത്തിലല്ല അതിനെ വിശകലനം ചെയ്യേണ്ടത്. വനിതകൾക്ക് കോൺഗ്രസ് പാർട്ടി കൊടുക്കുന്ന വലിയ പ്രാധാന്യത്തെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി അത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന്റെ അർത്ഥം വനിതാ മുഖ്യമന്ത്രി വരണം എന്നുള്ളതല്ല. പക്ഷെ വനിതകൾക്ക് മാക്സിമം പരിഗണന, മാക്സിമം പ്രാധാന്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചത് മാത്രമാണ്. എന്തായാലും ഞാൻ സംതൃപ്തയാണ്. ഓക്കെ, താങ്ക് യു ഷാനിമോൾ ഉസ്മാൻ. വളരെ ഉഷാറായിട്ടിരിക്കട്ടെ, മന്ത്രിസഭയിലേക്കൊക്കെ കടന്നു വരാൻ കഴിയട്ടെ. ആ കാത്തിരിപ്പ് വളരെ അർത്ഥപൂർണ്ണമാവട്ടെ.